ഹലോ, ആദ്യമായിട്ടാണ് ഞാൻ ഫേസ് കാണിച്ച വീഡിയോ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ഇന്ത്യയിൽ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ടാവില്ലേ, ഈ ഫുഡൊക്കെ ആയിട്ട്, ഈ ഫുഡൊക്കെ കൊള്ളാത്ത ഫുഡൊക്കെ ആയിട്ട്, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ ഓക്കെ ഇപ്പോൾ നിനക്ക് കഴുകണ വെള്ളം നോക്ക്. നോക്ക്, മറ്റേ ഈ റോട്ടില് കെട്ടിക്കണ വെള്ളം, അങ്ങനത്തെ വെള്ളമെന്നാണ് തോന്നണേ. അതല്ല അപ്പുറത്തുള്ള ചെളിവെള്ളം എന്തെങ്കിലും ആണോ നോക്കാം. ഓക്കെ, ഇതാ നോക്ക്, ആരോ നോക്ക്. നോക്ക്, കഴുകിയെടുക്കണ നോക്കല്ല, എല്ലാം നോക്ക്, എല്ലാം കഴുകി, എല്ലാം കഴുകി നല്ല ശുദ്ധ വെള്ളത്തിൽ കഴുകി നല്ല പാനിപ്പൂരിയൊക്കെ അതിൽ വെച്ച് കൊടുക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും ഇവൻ്റെ കടയ്ക്ക് നല്ല ഫ്ലേവറാ അങ്ങനെ ഇരിക്കും. അയാൾ ലാസ്റ്റ് എന്താ ചെയ്യുന്നുണ്ട്, ഒരു ഇത്തിരി പാത്രത്തിൽ വെള്ളം ഉണ്ടാവും, അതും കൊണ്ടാണ് ഗൈസ് എന്തോ ചെയ്യുന്നത് അയാൾ. ഓക്കെ, നമുക്ക് എന്തായിരുന്നത് കറക്കാം. ഓക്കെ, ചെറുതിക്കായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അയ്യേ കശത്ത് വെച്ചിട്ട് എന്താ ഇയാൾ കശം തുടക്കണോ ഫുഡ് വെച്ചിട്ട്? കഷ്ടം. ഇയാളുടെ കുഴപ്പമായിട്ട് ഞാൻ പറയണില്ല, പക്ഷെ ഇയാളെ ജോലിക്ക് നിർത്തിയ ഈ കടേൻ്റെ ഓണർ പൊട്ടെന്നാൽ ലോക പൊട്ടൻ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തൊരു ഒരു കൈയില്ലാത്തവരെ കാണും പണിക്ക് നിർത്തുക. അടുത്ത് കാണാം. ഓക്കെ, അതോ മോനെ നോക്ക്, നോക്ക്, നല്ല നല്ല ചീസാണ്, ചീസ് ചീസ് ചീസ്. അയ്യേ, ഇത് നോക്ക്, പശുവിൻ്റെ ചാണകം കുറഞ്ഞ പാത്രത്തിലൊക്കെ കറി വെച്ചിരിക്കണേ. ഓക്കെ, അടുത്ത് വെക്കാം. കണ്ട, പശുവിൻ്റെ ചാണകം കുറഞ്ഞ, എന്നിട്ട് ഇതിലിടും. ഇതെന്താ ഇത്? അടുത്തത് എന്താ? ഇതെന്താ സംഭവം? ഇതെന്താ? ഇതെവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇതെന്താ സാധനം? ഒരു മിനിറ്റേ, അടി ഓടിച്ചോടാ. ആ സമയമാകുമ്പോൾ എനിക്ക് പൗസ് ചെയ്താൽ പറ്റൂ. ഇതെന്താ സംഭവം? അയ്യേ, ഇത് മൈസൂർ പാക്കല്ലേ? ഇത് മൈസൂർ പാക്കാണ്, ഇത് മൈസൂർ പാക്ക്. ഇത് കഴിക്കാത്തവരായിട്ട് ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല, ഉറപ്പാണ്, എനിക്ക് ഉറപ്പ്. ഇത് കഴിക്കാത്തവരായിട്ട് ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. ഇതാണ് ഇങ്ങനെ ഉണ്ടാക്കണത്, ചവിട്ടി. ഓക്കെ, അതവിടെ വെച്ചു. അതാ ചപ്പിലൊക്കെയാണ് വെക്കണേ, വെറുതെ അതിൻ്റെ കൂടെ കല്ലും പൊടിയൊക്കെ കിട്ടണേ. ഓ, അവിടെ ആദ്യം തണുത്തിരുന്നതിൽ കൂടി മറ്റേ ചട്ടി വെച്ച് തള്ളിയിട്ടുണ്ടാക്കുക. അല്ലെങ്കിൽ ഒരു വേറെ കുഞ്ഞ് പ്രശ്നം ഉണ്ടാവുള്ളൂ. കുഞ്ഞു പ്രശ്നം പോട്ടെ, കുഞ്ഞൊരു വൃത്തിയുണ്ടാവും. ഇത് വാരിട്ടല്ലേ അങ്ങോട്ട്.
ഛർദിക്കരുത്. എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ട്. ഓക്കെ, കുറേ നോ 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 വെയിറ്റ്. വാട്ട് ദ ഹെക്ക്. ഇയാൾ ചെയ്യണോക്കെ നിങ്ങള്. നല്ല ഫ്ലേവർ കിട്ടും ഗൈസ് പാനിപ്പൂരിക്കൊക്കെ. പാനിപ്പൂരിയാണ് വിൽക്കണേ. അത് നല്ല ഫ്ലേവർ ചെയ്യും. നല്ല ഒലിച്ചു വരി തിന്നും എല്ലാവരും. പിന്നെ അപ്പുറത്തൊരു മദാമയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ വിചാരിക്കും ഇതേതോ വലിയ ഡിഷാന്നൊക്കെ. അങ്ങനെ അങ്ങനെ മുക്കി ഇവിടെ മുക്കിയിട്ടുള്ള ഡിഷാണ്. ഇതെന്താ നീ ലെഫ്റ്റ് ബ്ലാക്ക് വോമിറ്റിംഗ്, വെരി വോമിറ്റിംഗ്. അത് കറിയോ അതോ വല്ല കട്ടൻ ചായ? കട്ടൻ ചായയിൽ മറ്റേ ഇത്തിരി ഓട്സ് പീസ് എല്ലാം ബീൻസ് എല്ലാം കൂടി ഇട്ടിട്ട് കണ്ട ഗ്ലൗരിടാത്ത കണ്ടില്ല. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കും. എന്നിട്ട് ഈ തുപ്പയ്ക്കും എന്നിട്ട് വീണ്ടും അളക്കും. ഇതൊക്കെ എന്ത് സാധനമാണ്? ഓക്കെ എടേ എനിക്കത് കാണാൻ വയ്യ. എന്നിട്ട് അയാളിത് കിണിക്കണമൊക്കെ. ഇത് അടുത്തേക്ക് പോവാ. ഓക്കെ, അടുത്തേക്ക് എത്തി. ഇതെന്താ? ഇതെന്താ? അതിന് മോശം. ഇവർക്ക് വേറൊന്നും കിട്ടില്ലേ? ഇതെന്തോണ്? അപ്പൊ ഗൈസ് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണമെങ്കിൽ അപ്പൊ ഇതോ തേൻമുട്ടായിയോ? എന്താണിത്? ഓക്കെ, ഇതെൻ്റെ ലാസ്റ്റത്തെ വീഡിയോ. ഇത് കഴിഞ്ഞാൽ എല്ലാം നിന്ന് സെറ്റ് ചെയ്യാം. ഛർദിക്കാൻ വേണം. എനിക്ക് പറഞ്ഞ തേൻമുട്ടായിയാണെങ്കിൽ ഞാൻ വിളിച്ചിരുന്നയാൾ. ഞാൻ അത്രയും ഈ മാവിട്ട് കുഴക്കാൻ ഞാൻ വരുന്നു ഒട്ടും വിചാരിച്ചിട്ടാട്ടോ. ഓക്കെ, ഈ വീഡിയോ കാണാം. അതെന്താ തപ്പിയോ? അതെന്താ സാധനം? എന്ത് സ്ട്രോബെറീൻ്റെ പൊടിയോ? അതടുത്ത് ബൂസ്റ്റ് പൊടി ഗൈസ്. ബൂസ്റ്റ് പൊടി വെള്ളത്തിട്ട് കളിക്കും. ഇതെന്താണത്? എന്നിട്ട് അതിനെ കോരിയിട്ട് കൊടുത്ത ആ ടേസ്റ്റാ. പിന്നെ ഈ ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ആ ഹിന്ദി നാട്ടിൽ മാത്രമല്ല ഇങ്ങനെ ഉള്ളത്. ഈ ജമ്മു കാശ്മീർ ആ ഭാഗത്തൊന്നും മാത്രമല്ല ഉള്ളത്. നമ്മുടെ ഈ കേരളത്തിലും ഉണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നും കിട്ടില്ല. കേരളത്തിൽ അവിടെ ഇവിടെ തിക്കിലും മുക്കിലൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത് നമ്മൾ നല്ല സാധനം, നല്ല ഫ്ലേവർ, അത് തട്ടുകടയാണ്, ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിന്നും. എന്നിട്ട് പിറ്റേ ദിവസം കക്കൂസിന് എണീക്കാൻ പറ്റില്ല. കൈയിട്ട് മുക്കിയെടുത്ത് മതി മതിവളി. ഇതും കൂടെ കാണാണ്ടായിരുന്നുള്ളൂ. ഇതും കൂടി കണ്ട ചത്ത്. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഇടും. കമൻറ്റ് ചെയ്താൽ ഇടും. ഞാൻ പറഞ്ഞ കമൻറ്റ് ചെയ്താൽ ഇടും.
ഓക്കെ, ഇതിൻ്റെ പാർട്ട് 2 ഇടണമെങ്കിൽ അല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നാളെ